ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ആദ്യമായി എന്നെ കടൽ കാണിക്കാനായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത്. ആലപ്പുഴയിലെ കടൽപ്പാലത്തിലൊക്കെ കയറി കടൽ തീരത്തുകൂടി കുറേ നടന്നു. ആദ്യമായി കടൽ കാണുന്ന ഒരു കുട്ടിയുടെ അത്ഭുതം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. തിരികെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ വന്നത് സൈക്കിൾ റിക്ഷയിലായിരുന്നു. ഞാൻ സൈക്കിൾ റിക്ഷയിൽ ആദ്യമായി കയറുന്നതും അന്നാണ്. വരുന്ന വഴിയിൽ മുല്ലയ്ക്കലുള്ള വിദ്യാരംഭം ബുക്ക് സ്റ്റാളിൽ നിന്ന് അച്ഛൻ എനിക്കൊരു ചെറിയ പുസ്തകം വാങ്ങി തന്നു. എൻ്റെ ഓർമ്മയിൽ അച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി എനിക്കായി വാങ്ങിത്തന്ന ആദ്യത്തെ പുസ്തകമാണത്. നിറയെ സംസ്കൃത ശ്ലോകങ്ങളുള്ള പുസ്തകം എൻ്റെ കയ്യിൽ തന്നിട്ട് അച്ഛൻ പറഞ്ഞു, എല്ലാ ദിവസവും ഇതിൽ നിന്ന് ഓരോ ശ്ലോകം വീതം ചൊല്ലിയാൽ മതി, നീ ബുദ്ധിമാനാകുമെന്ന്. ഈ ബുദ്ധിമാനാകുന്നതും സംസ്കൃത ശ്ലോകങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ബുദ്ധിമാനാകണമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും അക്ഷരങ്ങൾ പെറുക്കിയൊക്കെ ആണെങ്കിലും 1-2 വരി വീതം വായിക്കാൻ ശ്രമിക്കും. അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല, അർത്ഥം പറഞ്ഞുതരാൻ അച്ഛനോട്ട് ശ്രമിച്ചുമില്ല. പക്ഷേ ഞാൻ വായിക്കുന്നത് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ശ്ലോകങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള അർത്ഥമൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി. ക്രമേണ ആ പുസ്തകത്തിലെ ഒട്ടുമിക്ക ശ്ലോകങ്ങളും ഞാൻ കാണാതെ പഠിച്ചു. വളർന്നപ്പോൾ നിരവധി പുസ്തകങ്ങൾ ഞാൻ സ്വന്തമാക്കി. പക്ഷേ ഇന്നും എൻ്റെ പുസ്തക ശേഖരത്തിലെ ഏറ്റവും വിലപ്പെട്ട പുസ്തകം ഇതാണ്, നീതിസാരം. ഇത് പുസ്തകത്തിൻ്റെ ഈ പുറംചട്ടയൊക്കെ സാധാരണ പേപ്പർ ആയതുകൊണ്ട് അച്ഛൻ തന്നെ ബൈൻഡ് ചെയ്ത് തന്നാണ്. എൻ്റെ അച്ഛൻ്റെ കൈപ്പടയാണ് ഈ കാണുന്നത്. കാണാം, അച്ഛനൊരു സാധാരണക്കാരനായിരുന്നു. പക്ഷേ മകൻ്റെ മനസ്സിലേക്ക് അക്ഷര വെളിച്ചം എത്തിക്കണമെന്ന് അച്ഛന് അറിയാമായിരുന്നു. അച്ഛനും പേരപ്പനും ഒക്കെ എല്ലാ ദിവസവും രാമായണമോ മഹാഭാരതമോ ഭാഗവതമോ ഒക്കെ ഒരു പേജെങ്കിലും വായിക്കാതെ ഉറങ്ങിയിരുന്നില്ല. നീയും പുസ്തകം വായിക്കണമെന്ന് ഉപദേശിക്കുകയൊന്നും ചെയ്തിരുന്നില്ല അച്ഛൻ. പക്ഷേ വായിക്കുന്നത് എന്നെ കാണിച്ചു തന്നു. പുസ്തകങ്ങളോടുള്ള സ്നേഹം പറഞ്ഞു തന്നതല്ല, ജീവിച്ചു കാണിച്ചാണ് എന്നിലേക്ക് പകർന്നു തന്നത്. പണമില്ലാത്ത കാലത്ത് അച്ഛൻ എനിക്ക് വാങ്ങിത്തന്നത് ഒരു ചെറിയ പുസ്തകമായിരുന്നു. പക്ഷേ അതിലൂടെ അദ്ദേഹം എൻ്റെ ഉള്ളിൽ തുറന്നു വെച്ചത് വലിയൊരു ലോകമായിരുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങളുടെ വില കടയിലെ ബില്ലിൽ നിന്ന് അറിയുവാൻ കഴിയില്ല. ഈ പുസ്തകം തുറക്കുമ്പോഴെല്ലാം ഞാൻ നീതിസാരം മാത്രമല്ല വായിക്കുന്നത്, അച്ഛൻ്റെ സ്നേഹമാണ്, അച്ഛൻ്റെ സ്വപ്നമാണ്, എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൊളുത്തിവെച്ച അക്ഷര വെളിച്ചമാണ്. വിദ്യാവിധി വിഹീനേന കിം കുലീനേന ദേഹിന അകുലീനോപി വിദ്യാഢ്യോ ദൈവതൈരഭിവന്ദ്യതേ. നീതിസാരമാണ്, അർത്ഥമറിയുന്നവർക്ക് അവൻ്റെ